Applications of derivatives. Chapter number 6. Applications of derivatives. Chapter number 6. Applications of derivatives. Applications of derivatives. First topic, increasing and decreasing function. Rate of change of quantities എന്ന് പറയുന്ന ടോപ്പിക് CBSE റിമൂവ് ചെയ്തതാണ്. സോ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. Increasing and decreasing functions. Applications of derivatives. First topic, increasing and decreasing functions. Increasing and decreasing functions എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ പെട്ടെന്ന് ക്ലിയർ ആവും. നോക്കൂ, y ആക്സിസ്, x ആക്സിസ്. ഞാൻ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ഓ എക്സ് ഡാഷ്, y o y dash, 1 2 3 4 5. ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 -4. above 1 2 ഒരു 3 വരെ മതി. -1 -2 -3. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ. ഒരു ഫങ്ഷന്റെ ഗ്രാഫാണ് നമ്മളിപ്പോൾ വരച്ചുവാൻ പോകുന്നത് കേട്ടോ. ഫങ്ഷൻ ഏതാണെന്നൊന്നും നോക്കണ്ട. ഫങ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് നോക്കിക്കോളൂ. ആ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ്, നോക്കൂ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്. വീണ്ടും മറ്റൊരു ഫങ്ഷനാണ് നമ്മൾ വരയ്ക്കുന്നത്. എക്സ് ഓ എക്സ് ഡാഷ് ആൻഡ് വൈ ഓ വൈ ഡാഷ്. റൈറ്റിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 4. ലെഫ്റ്റ് നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 -4. അങ്ങനെ പോട്ടെ. 1 2 3 -1 -2. then ഇങ്ങനെ വന്ന് -1 to
-1 to 1 2 then second function g of x is equal to y. രണ്ട് ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ ഏതോ ആവട്ടെ, അതിന്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും -3 -3 പോയിന്റ്, -3 പോയിന്റ്. അതായത് എക്സ് സീക്കൽ ടു -3 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -3. എന്താ -3 അടുത്തത് -2 പോയിന്റ്. എക്സ് സീക്കൽ ടു -2 എഫ് ഓഫ് എക്സ് സീക്കൽ ടു -2 -2 -1 എക്സ് സീക്കൽ ടു -1 എഫ് ഓഫ് എക്സ് സീക്കൽ ടു -1 എക്സ് സീക്കൽ ടു 1 എഫ് ഓഫ് എക്സ് സീക്കൽ ടു 1. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 1 ആണ് നമ്മളെ പോയിന്റ് എന്ന്. അടുത്തത് 2 എക്സ് സീക്കൽ ടു 2 എഫ് ഓഫ് എക്സ് സീക്കൽ ടു 2 പോയിന്റ്. എക്സ് സീക്കൽ ടു 3 അവിടെയും എഫ് ഓഫ് എക്സ് സീക്കൽ ടു 2. അതായത് ഈ പോയിന്റ് നോക്കിയാൽ മതി 3 2. എക്സ് സീക്കൽ ടു 4 എഫ് ഓഫ് എക്സ് സീക്കൽ ടു 2. ഇനി നോക്കൂ എക്സ് സീക്കൽ ടു 5 എഫ് ഓഫ് എക്സ് സീക്കൽ ടു 3. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. ഇത് കുറച്ച് വാല്യൂസ് ഞാൻ അവിടെ എടുത്ത് എഴുതിയെന്ന് മാത്രം ഇവിടെ പോയിന്റ് വെക്കുമ്പോൾ. ഇവിടെ എക്സ് സീക്കൽ ടു -3 എഫ് ഓഫ് എക്സ് സീക്കൽ ടു 3. ഞാൻ ഉദ്ദേശിക്കുന്നത് -3 ആണ് നമ്മളെ പോയിന്റ് കേട്ടോ. എക്സ് സീക്കൽ ടു എക്സ് സീക്കൽ ടു -1 എഫ് ഓഫ് എക്സ് സീക്കൽ ടു 2 എക്സ് സീക്കൽ ടു 0 അപ്പോഴും എഫ് ഓഫ് എക്സ് 2 ഫംഗ്ഷന്റെ വാല്യൂ 2. എക്സ് സീക്കൽ ടു 1 അപ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ 2. എക്സ് സീക്കൽ ടു 2 അപ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ 2. ശ്രദ്ധിക്കുന്നുണ്ടോ? എക്സ് സീക്കൽ ടു 3 അപ്പൊ എഫ് ഓഫ് എക്സ് സീക്കൽ ടു 1. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് -3 -2 -1 1 2 3 4 5. അതായത് ഡൊമൈൻ ആണ് എക്സ് ആക്സിസിൽ ഉണ്ടാവുക. അവിടെ ഡൊമൈനിൽ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സിന്റെ വാല്യൂ കൂടി വരികയാണ്. അതായത് നമ്മൾ ആക്സിസ് വെച്ച് പറയുമ്പം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്തോറും എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നു അല്ലെ. എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് when x is increasing. ഇനി അറ്റ് ദ സെയിം ടൈം ഫംഗ്ഷൻ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഫംഗ്ഷന്റെ വാല്യൂ -3 -2 -1 1 2 2 -2 3. അതായത് ഫംഗ്ഷന്റെ വാല്യൂവും ഇൻക്രീസ് ചെയ്യുന്നു. when x increases f of x is also increases. എന്നാൽ പർട്ടിക്കുലർ വാല്യൂസിൽ എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട്.
എക്സിന്റെ വാല്യൂ 2 മുതൽ 4 വരെയുള്ള റിയൽ നമ്പേഴ്സ് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എക്സിന്റെ വാല്യൂ 2 മുതൽ 4 വരെ നിൽക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 തന്നെയാണ്. 2 തന്നെയാണ്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും എക്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ്. അറ്റ് ദ സെയിം ടൈം എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ്. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അവിടെ ഡിക്രീസിങ് ആണ്. അറ്റ് ദ സെയിം ടൈം എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് ഇനി എക്സിന്റെ വാല്യൂ -1 മുതൽ 2 വരെയുള്ള വാല്യൂ എത്തുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുന്നില്ല. 2 എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ്. -1 മുതൽ 2 വരെയുള്ള റിയൽ നമ്പേഴ്സ് എക്സിന് വരുമ്പോ എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. എഫ് ഓഫ് എക്സ് 2 തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക, x1ഉം x2ഉം. ഒന്നാമത്തെ ഗ്രാഫിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. x1 = ഒരു -2ഉം x2 = 3ഉം എടുത്തു. x1 = -2ഉം x2 = 3ഉം എടുത്തു. ക്ലിയർലി x1 ലെസ് ദാൻ x2. x1 ലെസ് ദാൻ x2. x1 ലെസ് ദാൻ x2. വാട്ട് ഈസ് എഫ് ഓഫ് x1? x1ന്റെ വാല്യൂ -2 ആണ് എടുത്തത് അല്ലെ? അപ്പൊ എഫ് ഓഫ് x1 = എഫ് ഓഫ് x1 = എഫ് ഓഫ് -2. എഫ് ഓഫ് -2. എഫ് ഓഫ് -2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ. എഫ് ഓഫ് -2 എന്ന് പറയുന്നത് -2 തന്നെയാണ്. -2. എഫ് ഓഫ് x2 എന്താണെന്ന് നോക്കൂ. എഫ് ഓഫ് x2 = എഫ് ഓഫ് 3. എഫ് ഓഫ് 3 = 3. 3 or 2? 2. f of x 2. Clearly f of x1 less than f of x2. x1 x2 എന്ന് പറയുന്നത് ഡൊമൈനിലെ 2 പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 വരും. എന്നാൽ നമ്മൾ ഈ x1ഉം x2ഉം എടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ 2 and 4ന്റെ ഇടയിലുള്ള പോയിന്റ്സ് ആണെങ്കിൽ, 2ന്റെയും 4ന്റെയും ഇടയിലുള്ള പോയിന്റ്സ് ആണെങ്കിൽ, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 വരും. x1 ലെസ് ദാൻ x2, then f of x1 = എഫ് ഓഫ് x2 വരും അല്ലെ? ഡൊമൈനിലുള്ള പോയിന്റ്സ് x1ഉം x2ഉം ആണെങ്കിൽ, x1 എന്ന് പറയുന്നത് ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 വരും. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെ ഇൻക്രീസിങ് ഫങ്ഷൻസ് എന്നാണ് പറയുക. ഇൻക്രീസിങ് ഫങ്ഷൻസ്. ഇൻക്രീസിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് ഇൻക്രീസിങ് ഫങ്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും.
ഡീറ്റെയിൽ എഴുതേണ്ട കാര്യമില്ല. എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, കണ്ടോ, ഫങ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയോ ആണെങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ ഇൻക്രീസിങ് ഫങ്ഷൻ എന്നാണ് പറയുക. അപ്പൊ ഈ രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും? x1 ലെസ് ദാൻ x2 ആണെങ്കിൽ, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x2 ആയിരിക്കും. f ഓഫ് x1, x1ഉം x2ഉം ഏത് രണ്ട് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും x1 ലെസ് ദാൻ x2 -2 -2 ആണെങ്കിൽ f ഓഫ് x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. x1ഉം x2ഉം ഇതിലുള്ള ഏത് രണ്ട് വാല്യൂ എടുത്തിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിലും x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ഓർ ഈക്വൽ ടു കേസ് എവിടെയാ വരിക? x1ഉം x2ഉം -1ന്റെയും 2ന്റെയും ഇടയിലുള്ള വാല്യൂസ് ആണ് നമ്മൾ x1നും x2നും എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ f ഓഫ് x1ഉം f ഓഫ് x2ഉം ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ഈ 2 വരും. മറ്റെല്ലാ കേസിലും x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ഇവിടെ ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ആയിരിക്കും. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ ഡിക്രീസിങ് ഫങ്ഷൻ എന്നാണ് പറയുക. ഡിക്രീസിങ് ഫങ്ഷൻസ്, അതായത് ഡൊമൈനിലെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫങ്ഷന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതിനെ ഡിക്രീസിങ് ഫങ്ഷൻ എന്നും, ഡൊമൈനിലെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസിങ് ഫങ്ഷൻ എന്നും പറയും. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ടൈപ്പ് ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത്, മറ്റൊരു ടൈപ്പ് ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് മനസ്സിലാവും. ഇതാ ഇപ്പൊ നമ്മൾ വേറൊരു ടൈപ്പ് ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നു, നോക്കൂ. ഇതാ ഇങ്ങനെയാണ് സംഭവം, ഒരൊറ്റ ഒന്ന്. ഇനി നമുക്ക് ഈ ഗ്രാഫിൽ വാല്യൂസ് ഒക്കെ എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രാഫിൽ നോക്കിയിട്ട് ഇൻക്രീസിങ് നോക്കൂ. ഇവിടെ എക്സ് ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതാ എക്സ്, വെൻ എക്സ് ഇൻക്രീസസ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നോക്കൂ, ഇവിടെ നമ്മളൊരു -4 എന്നുള്ള വാല്യൂ എടുത്തു, ഇവിടെ നമ്മളൊരു 2 എന്നുള്ള വാല്യൂ എടുക്കുമ്പം എക്സ് റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം വാല്യൂ ഓഫ് ദ ഫങ്ഷൻ ഈസ് ഡിക്രീസിങ്. അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഫങ്ഷൻ, അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ഓഫ് ദ ഫങ്ഷൻ ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ് ആണ്. എന്നാൽ ഈ സെക്കൻഡ് ഫിഗറും ഈ ഒരു ഫിഗറും ഇതും തമ്മിൽ എന്താ ഡിഫറൻസ്? ഇവിടെ ചില വാല്യൂസിൽ ആ ഫങ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട്. -1 മുതൽ 2 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല, ഓർ ഈക്വൽ ടു എന്നുള്ള കേസ് ഇല്ല. അതായത് x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. ഇതിനെ നമ്മൾ പറയും സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫങ്ഷൻ. സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫങ്ഷൻ. എന്ത് ഫങ്ഷൻ ആണ്?
സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫങ്ഷൻ. ഓറിക്കൽ ടു ഉണ്ടെങ്കിൽ ഡിക്രീസിങ് ഫങ്ഷനേ ഉള്ളൂ, സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫങ്ഷൻ. അത് നമ്മൾ ആ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കണം. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണോ എന്ന് നോക്കൂ. ഞാൻ വേറൊരു ഗ്രാഫ് വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഈ ഗ്രാഫ് നോക്കി നിങ്ങൾ മനസ്സിലാക്കൂ. x1 എന്ന് പറയുന്നത് ഇതാ ഇങ്ങോട്ട് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫങ്ഷന്റെ വാല്യൂ മുകളിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെ എഴുതാം? x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f of x1 ലെസ് ദാൻ f of x2 ആയിരിക്കും. ഇതിനെ നമ്മൾ പറയും ഡിക്രീസിങ് ഫങ്ഷൻ എന്ന് പറയും. ഡിക്രീസിങ് ഫങ്ഷൻ x1ഉം സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്. അതായത് ഇവിടെ നേരത്തെ എഴുതിയതുപോലെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന കേസ് ഇല്ല. x1 എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫങ്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ x1ഉം x2ഉം ഡൊമൈനിൽ ഏത് രണ്ട് വാല്യൂസ് എടുക്കുക, x1 x2നേക്കാൾ ചെറുതാണെങ്കിൽ f of x1 f of x2നേക്കാൾ ചെറുതായിരിക്കും. സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഇവിടെയോ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f of x1 f of x2നേക്കാൾ വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും f of -4 എന്ന് പറയുന്നത് ഇവിടെയാണ് പോയിന്റ് വരിക, f of 2 എന്ന് പറയുന്നത് ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പൊ ഇത് f of -4 ഗ്രേറ്റർ ദാൻ f of 2 ആയിരിക്കും, നോ ഡൗട്ട്. x1 എന്ന് പറയുന്നതാണ് -4, x2 എന്ന് പറയുന്നതാണ് 2. അപ്പൊ f of x1 ഗ്രേറ്റർ ദാൻ f of x2 ആയിരിക്കും. ഇതിന് നമ്മൾ സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് എന്ന് പറയും. മറ്റേന് നമ്മൾ ഡിക്രീസിങ് എന്ന് പറയും. അതായത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ടൈം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിക്രീസിങ് എന്ന് പറയും. ഇത് സ്ട്രിക്റ്റ്ലി ഇവിടെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്, മറ്റേത് ഇൻക്രീസിങ് ഓൺലി. അപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്? 4 ടൈപ്പ് ഡെഫിനേഷൻ ആണ്. ഐ ബി എൻ ഓപ്പൺ ഇന്റർവെൽ, അതായത് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ ഐ ബി എൻ ഓപ്പൺ ഇന്റർവെൽ, ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ, ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ, അതായത് എക്സ് ആക്സിസിലുള്ള 2 പോയിന്റ്സിൽ interval contained in the domain of a real valued function. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായിക്കൊള്ളണം, എക്സ് ആക്സിസില് കണ്ടെയ്ൻഡ് ഇൻ ദ ഡൊമൈൻ ഓഫ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ. ഡൊമൈൻ ഓഫ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ, റിയൽ വാല്യൂഡ് ഫങ്ഷൻ. Then f is said to be, f is said to be number 1 increasing. F is said to be increasing if increasing on the given interval I, if x1 less than x2 implies f of x1 less than or equal to f of x2. അത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്, കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന വാല്യൂസും ഉണ്ടാവും. Then number 2 strictly increasing. Number 2 strictly increasing on I. Strictly increasing on I if x1 less than x2 implies f of x1 greater than or equal to f of x2.
എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. തെറ്റിപ്പോയി. എഫ് ഓഫ് എക്സ് വൺ ഇത് ഡിക്രീസിങ്ങിന്റെ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. സോറി, സ്ട്രിക്റ്റ്ലി ഞാൻ പറഞ്ഞാൽ മാറിപ്പോയി, സോറി. എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു. സ്ട്രിക്ട്ലി എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഈ കേസ് ഇവിടെ കോൺസ്റ്റന്റ് എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടും ഈക്വൽ ആയിട്ട് വരുന്നില്ല, എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്പർ ത്രീ decreasing on I if x1 less than x2, which implies f of x1 greater than or equal to f of x2. x1ഉം x2ഉം ഡൊമൈനിലുള്ള ഏത് രണ്ട് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഒന്നിക്കിലോ എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു എന്ന് വരും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് വരും. നമ്മൾ വരച്ച രണ്ടാമത്തെ ഗ്രാഫ്. ഇനി നമ്പർ 4, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ I. If x1 less than x2, which implies f of x1 greater than f of x2. x1 less than x2, which implies f of x1 greater than f of x2. ഓക്കെ, ഇതാണ് അതിൻ്റെ 4 കണ്ടീഷൻസ്. ഗ്രാഫൊക്കെ വരച്ച് ആ കണ്ടീഷൻ ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. Then f increasing or decreasing function at a point. Increasing or decreasing function at a point. Increasing or decreasing function at a point. Increasing on decreasing function at a point. Increasing on decreasing function at a point. അതായത് എന്താണ് ഈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഈ ഫംഗ്ഷൻ ഡൊമൈനിലുള്ള ഒരു പോയിന്റ് എടുത്തു 1 എന്ന് പറയുന്ന, ഇവിടെ ശ്രദ്ധിക്കണേ, 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണമെങ്കിൽ ഈ 1ന്റെ അടുത്ത് നമ്മൾ ഒരു ഇന്റർവെൽ എടുത്താൽ, ഇപ്പൊ 1 to 2 എന്ന് പറയുന്ന 0 to 2 എന്ന് പറയുന്ന ഇന്റർവെൽ എടുത്താൽ ഈ ഇന്റർവെല്ലിൽ മുഴുവനായിട്ട് ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണം. 0 മുതൽ 2 വരെയുള്ള പോയിന്റിൽ ഏത് പോയിന്റിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x 0 2ലേക്ക് കൂടുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും, ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇപ്പൊ ഫംഗ്ഷൻ -3 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവണമെങ്കിൽ
സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണമെങ്കിൽ ഈ -3ന്റെ അടുത്ത് നമ്മളൊരു ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്താൽ ഇവിടെ ഇങ്ങോട്ട് ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ആ ഫങ്ഷന്റെ വാല്യൂവും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും -3 എന്ന് പറയുന്ന പോയിന്റിൽ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഫങ്ഷന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയും. അപ്പൊ ഫങ്ഷൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫങ്ഷൻ അറ്റ് എ പോയിന്റ്, a function f is said to be, a function f is said to be, a function f is said to be increasing or strictly increasing, increasing or strictly increasing at the point A, ഇൻക്രീസിങ് അറ്റ് ദ പോയിന്റ് എ, ഏതെങ്കിലും ഒരു പോയിന്റ് എയിൽ അറ്റ് ദ പോയിന്റ് എ ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്, ഡൊമൈൻ ആണല്ലോ, എക്സ് ആക്സിസിൽ ഡൊമൈൻ ആണല്ലോ, ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഇഫ് ദർ എക്സിസ്റ്റ് an open interval I, if there exists an open interval I, ഒരു ഓപ്പൺ ഇന്റർവെൽ ഐ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഓപ്പൺ ഇന്റർവെൽ ഐ കണ്ടെയ്ൻഡ് എ, ആ ഐയിൽ നമ്മുടെ പോയിന്റ് ഏതുണ്ടായിരിക്കണം, എ ഉണ്ടായിരിക്കണം. കണ്ടെയ്ൻഡ് ഐ സച്ച് ദാറ്റ് എഫ് ഈസ് increasing or such that f is increasing or strictly increasing, increasing or strictly increasing, strictly increasing, strictly increasing in that interval. ഇതുപോലെ തന്നെയാണ് ഡിക്രീസിങ്ങും. ആ ഡിക്രീസിങ്ങിന്റെ നിങ്ങൾ തനിയെ എഴുതുക. എങ്ങനെ എഴുതുക? എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി ഡിക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് അറ്റ് ദ പോയിന്റ് എ ഇഫ് ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ ഇന്റർവെൽ, അതിന്റെ അടുത്ത് ആ എ ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ if there exists an open interval contained in that point such that ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങോ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ ആണെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ഗിവൺ ഇന്റർവെല്ലിൽ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയും. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പൊ ഇത് 4 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇൻക്രീസിങ്, ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. 4ന്റെയും ഗ്രാഫ് എല്ലാം നോക്കി അത് കറക്റ്റായി മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നോക്കൂ തിയറം 1. ഈ തിയറം വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യുക. ആ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ തിയറം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തിയറം 1 എന്താണ്? തിയറം 1, let f of x be a continuous function on the closed interval I. Let f of x be a continuous function. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്.
continuous function in the closed interval on closed interval AB. Closed interval AB. And differentiable on open interval AB. ഡിഫറൻഷ്യബിൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണ്. തൽക്കാലം അത് അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. ഓൺ OB. Then number 1, F is said to be increasing on AB. ആ ക്ലോസ്ഡ് ഇന്റർവെൽ ABയിൽ ഇൻക്രീസിങ് ആവണമെങ്കിൽ if f dash x ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. for every x belongs to closed interval AB. F is said to be decreasing. F is said to be decreasing. F is said to be decreasing on closed interval AB if f dash x less than 0 for every x belongs to closed AB. F is a constant function. On closed interval AB if f dash x equal to 0. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് 0. ഇത് നിങ്ങൾക്ക് എഴുതുമ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ എഴുതുകയാണ് f of x is equal to x square. X belongs to 3 to 10. എന്താണ് f dash x? 2x. f dash x 2x. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ 3 to 10 വരെയുള്ള ഏത് റിയൽ നമ്പേഴ്സ് നമ്മൾ ഇവിടെ എക്സിന് അപ്ലൈ ചെയ്താലും 2 into a പോസിറ്റീവ് നമ്പർ, 3 to 10 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണ്, f dash x ഗ്രേറ്റർ ദാൻ 0 വരും. x ബിലോങ്സ് ടു 3 to 10. അപ്പൊ 3 to 10 വരെയുള്ള ഇന്റർവെല്ലിൽ f of x is equal to x square ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. f of x is equal to x square എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഏതില്? 3 to 10 വരെയുള്ള ഇന്റർവെല്ലിൽ f of x ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ആ ഇന്റർവെല്ലിലുള്ള അവര് ആ ഗിവൺ ക്വസ്റ്റ്യനിലുള്ള ഏത് വാല്യൂ എഫ് ഡാഷ് എക്സിൽ എക്സിന് അപ്ലൈ ചെയ്താലും ഗ്രേറ്റർ ദാൻ 0 വരികയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -5 to -2. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x. എക്സിന് ഇതിന്റെ ഇടയിലുള്ള ഏത് നമ്പർ അപ്ലൈ ചെയ്താലും നെഗറ്റീവ് നമ്പർ ആണ് വരിക. 2 into a നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ആ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പൊ -5 to -2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്.
ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? അപ്പൊ എഫ് ഓഫ് എക്സ് ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ആ ഗിവൺ ഇന്റർവെല്ലിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഗിവൺ ഇന്റർവെല്ലിൽ ആ ഇന്റർവെൽ ക്വസ്റ്റ്യനിൽ തരും. എഫ് ഡാഷ് എക്സ് കാണുക, ആ ഗിവൺ ഇന്റർവെല്ലിൽ എക്സിന് ആ ഗിവൺ ഇന്റർവെല്ലിലെ വാല്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 0 കിട്ടുകയാണെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഓൺ ദ ഗിവൺ ഇന്റർവെൽ. ഈ തിയറം യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് ഞാൻ എല്ലാം വരച്ച് കാണിച്ചു തന്നത്. ഗ്രാഫ് എല്ലാം വരച്ചിട്ട് ഒന്ന് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പം മറ്റേ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയോ, കോൺസ്റ്റന്റ് ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 to 4 എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണ്, 2 തന്നെയാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇൻക്രീസിങ്, മറ്റേത് കുറയുകയാണെങ്കിൽ ഡിക്രീസിങ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഫംഗ്ഷന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതാണ് ബേസിക് കൺസെപ്റ്റ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഇന്റർവെൽ എടുക്കുകയാണ്, ഒരു കണ്ടെയ്ൻഡ് ഇൻ ദ ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ആ പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഒന്നിക്കിലോ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണം. എന്നാലാണ് ആ പോയിന്റിൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ പറയുക. ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, നല്ല രസമുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം എന്താണ് സംഭവം. ഇപ്പൊ നമ്മള് എഫ് ഓഫ് എക്സ് സീക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ കാണിച്ചല്ലോ. എഫ് ഓഫ് എക്സ് സീക്വൽ ടു എക്സ് സ്ക്വയർ, ഇതൊക്കെ ശരിക്കും ഗ്രാഫിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളിവിടെ ഒരു -3 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 9 ആണ് വരിക, 4. അപ്പൊ ഈ ഗ്രാഫിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ യു ഷേപ്പിലാണ് വരിക. ഇതാണ് ഈ എഫ് ഓഫ് എക്സ് സീക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്ന ഇന്റർവെല്ല് 3 to 10 ആണ്. അപ്പൊ ഇവിടെ 3 വരുന്നു വിചാരിക്കും, ഇവിടെ 10 വരുന്നു വിചാരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ 3 to 10 എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടില്ലേ എഫ് ഓഫ് എക്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ആയിരിക്കുമല്ലോ 3 to 10 എന്ന് പറയുന്നത്, 100 വരെ ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഇൻക്രീസിങ് ആണ്. നേരത്തെ എടുത്ത രണ്ടാമതെടുത്ത ഇന്റർവെല് -5 to -2. അപ്പൊ -5 to -2 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻക്രീസ് ചെയ്യാണ്, ബട്ട് ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. കണ്ടോ, കുറഞ്ഞു വരും. അതാണ് ആ ഗ്രാഫിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ സാറേ ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് സംഭവം എന്ന്. ഈ 0 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ 0ന്റെ അടുത്ത് നമ്മളൊരു ഇന്റർവെൽ എടുത്ത് ഒരു ഓപ്പൺ ഇന്റർവെൽ എടുക്കണം, എന്നാലല്ലേ 0-ല് ഇൻക്രീസിങ് ആണോ ഡിക്രീസ്. ഇപ്പൊ -2 to 2 വരെ എടുക്കുകയാണെങ്കിൽ ഈ -2 to 2 വരെ എടുക്കുമ്പം ഈ ഫംഗ്ഷൻ എക്സ് ഇങ്ങോട്ട് ഇൻക്രീസ് ആയി പോകുന്നതിനനുസരിച്ച് ഈ ഫംഗ്ഷൻ കുറഞ്ഞു വന്ന് 0-ലേക്ക് വരുമ്പോൾ അത് പിന്നെ കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ ഈ 0 എന്ന് പറയുന്ന പോയിന്റില് ഈ ഫംഗ്ഷൻ ആക്ച്വലി ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. കാരണം 0ന്റെ അടുത്ത് നമ്മൾ ഇത് ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർവെൽ ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്തത് -2 to 2 ആണെങ്കിൽ -2 മുതൽ 0 വരെ ഫംഗ്ഷൻ താണതാണ് വരികയാണ്, ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 0 to 2 പോകുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പൊ 0 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ആണ്. ഒക്കെ ഗ്രാഫ് വരച്ചിട്ട് മനസ്സിലാക്കുന്നതാണ് സംഭവം ഉള്ളത്. ഇതാണ് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട്. അപ്പൊ ഒരു ഫംഗ്ഷൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ഗിവൺ ഇന്റർവെല്ലിൽ ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ എക്സിന് ആ ഗിവൺ ഇന്റർവെല്ലിലുള്ള വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ ഡിക്രീസിങ്, ഈക്വൽ ടു 0 ആണെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. നോ ഡൗട്ട്. ഇതാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ്. ഇനി ഇതിന്റെ പ്രോബ്ലത്തിലേക്കാണ് കടക്കാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യും. 2 or 3 പ്രാവശ്യം കണ്ട് ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കണം. എനി ഡൗട്ട് യു ക്യാൻ വാട്സപ്പ് മീ. താങ്ക് യു.